ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഏട്ടൻ്റെ തീരുമാനമാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. ഗിരിജ ശ്രേയയോടും ഡാഡിയോടും പറഞ്ഞു. ഗിരിധർ കിടപ്പിൽ മുഖം ചിരിച്ച് നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രേയ, ഞാൻ പറഞ്ഞാൽ നീ ഈ കല്യാണത്തിന് ഒരുങ്ങിക്കോ. കാരണം ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും എൻ്റെ മോള് എനിക്ക് വേണ്ടി അനുസരിക്കും. ഇപ്പോൾ ഉദയനോ ഞാൻ പറഞ്ഞാൽ ഉദയൻ കേൾക്കുമോ? അത് പിന്നെ അങ്കിൾ. ഉദയൻ പരുങ്ങി. എന്നാലും സമ്മതിക്കും എന്നൊരു ഭാവം അവൻ്റെ മുഖത്ത് എല്ലാവരും കണ്ടു. കാരണം അങ്കിളിനോട് ഉദയൻ അത്ര ബഹുമാനമുണ്ട്, സ്നേഹവും. ഉദയൻ കേൾക്കും അല്ലേ ഗിരിജേ? അല്ല അമ്മേ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും എല്ലാം കേൾക്കും. കാരണം ഞാൻ മരിക്കാൻ പോവല്ലേ. പെട്ടെന്ന് ശ്രേയ ബെഡിലിരുന്ന് ഡാഡിയുടെ വായ് പൊത്തി. അങ്ങനെ പറയരുത് എന്ന് മുഖം കൊണ്ട് കാണിച്ചു. ഭവാനി അമ്പാൾ ഗിരിയുടെ അടുത്തിരുന്നു. മോളെ, നിനക്കെങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റി എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഏറ്റവും ക്രൂരനായ അച്ഛനായിരുന്നില്ലേ ഞാൻ? എന്നിട്ട് നിന്റെ മനസ്സിലെ സ്നേഹം പോലും നീ മാറ്റിവെച്ചു. എന്തിന് എന്നോട് പറഞ്ഞില്ല നീ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം? എൻ്റെ ഡാഡി, അതിന് ശ്രേയ പറഞ്ഞിട്ടു കാര്യമില്ലല്ലോ. അതിന് അന്ന് ഈ സിത്തുവിന് ശ്രേയയോട് ഒന്നുമില്ല. ഡാഡിയുടെ അരികിലേക്ക് പോന്നതിന് ശേഷമാണ് ഇവന് പ്രേമമൂണും ഉറക്കും വരെ നഷ്ടപ്പെട്ടത്. ഇല്ലാതെ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവന് ഇവളോട് കാര്യം പറയാൻ വാശിയായിരുന്നു. അതാണ് രാത്രി ശ്രേയ ബാൽക്കണിയിൽ വന്നത്. അത് ഉദയന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഋഷി കയറി പറഞ്ഞു. ശ്രേയ, നിന്റെ മമ്മിക്ക് അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി എൻ്റെ മോളുടെ ജീവിതവും ഞാൻ അങ്ങനെ തള്ളിക്കളയുമോ? ഞാൻ ഇവരെ ചേർത്താൽ ശ്രേയയുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ സിത്തു പോവില്ല. ഉദയൻ്റെ മനസ്സിൽ എന്നും ഒരു കറയായി അത് അവശേഷിക്കും. അതുകൊണ്ട് സിത്തു, നിനക്ക് എൻ്റെ മോളെ തരാം. എനിക്ക് സമ്മതമാണ്. എനിക്ക് ഇവളുടെ ആഗ്രഹമാ പ്രധാനം. ഒന്നും ഞാൻ നോക്കിയില്ല. ജാതിയോ മതോ ജോലിയോ സ്വത്തും ഒന്നും. അത് കേട്ടപ്പോൾ ശ്രേയയുടെ മുഖം വിടർന്നു. സിത്തു ഋഷിയെ ഹാപ്പിയായി നോക്കി. ഇതാണ് എൻ്റെ തീരുമാനം. ഇതിൽ അമ്മയ്ക്കോ ഗിരിജയ്ക്കോ ഉദയനോ മറ്റാർക്കോ എതിർപ്പില്ലല്ലോ? ഗിരിധർ ചോദിച്ചു. എന്ത് വിരോധമാണ് ഗിരി? സ്നേഹിക്കുന്ന മനസ്സുകളെ ചേർത്ത് വെക്കുന്നതിൽ ഇനി ഒരു വിരോധവും ഞങ്ങൾക്ക് കാണുകയില്ല. ഒരു ജീവിതം കൊണ്ട് തന്നെ ഞാനും നിന്റെ ഡാഡിയും അതിനുള്ള ശിക്ഷ അനുഭവിക്കുക. ഇനിയും തെറ്റുകൾ ചെയ്ത് ശിക്ഷ ഇരന്നു വാങ്ങാൻ വയ്യ. നിന്റെ തീരുമാനം അതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, ഭവാനി പറഞ്ഞു. അപ്പോൾ എല്ലാം ശുഭം. ആർക്കും ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ദേ ശ്രേയയെ സിത്തു നീ എടുത്തോ. ശ്രേയയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഋഷി അവളെ സിത്തുവിൻ്റെ നെഞ്ചിലേക്ക് തള്ളിയിട്ടു. ശ്രേയക്ക് കണ്ണുകൾ സന്തോഷം കൊണ്ടൊഴുകി. സിത്തു അവളെ ചേർത്ത് പിടിച്ച് ഗിരിയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. പിന്നെ സിത്തു, ഒരു കണ്ടീഷൻ. കല്യാണം അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. വേഗം വീട്ടിൽ വിവരം അറിയിച്ച് സമ്മതം വാങ്ങി വരണം. ഗിരി പ്രത്യേകം പറഞ്ഞു. അതിനെന്താ ഡാഡി, ഞങ്ങൾ അല്ലെങ്കിലേ പോകാൻ ഇറങ്ങിയതാ. അപ്പോൾ ഇനി എന്തായാലും നാട്ടിൽ പോയി വരാം. അറിയിച്ചു സമ്മതം വാങ്ങി വധുവിൻ്റെ ഗൃഹത്തിൽ താലികെട്ട്, ഋഷി പറഞ്ഞു. പിന്നെ ഉദയനുമുള്ള കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് ഒരു കാര്യം ശ്രേയ ആവശ്യപ്പെട്ടിരുന്നു. അവളുടെ അശ്രദ്ധ കാരണം ജീവിതം വീൽചെയറിൽ ആയ ആ കുട്ടി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, വിദ്യാഭ്യാസം എല്ലാം ഏറ്റെടുക്കണമെന്ന്, ഒരുപാട് അവരെ സഹായിക്കണമെന്ന്. അതിനൊരു കണക്കിന് ഞാൻ കൂടി കാരണമാണ്. ഞാൻ മൂലമുണ്ടായ പ്രഷർ. ഇനി നിങ്ങൾ രണ്ടുപേരും പോയി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം. സിത്തു തലയാട്ടി. വൈകാതെ ഋഷിയും സിത്തുവും ഇറങ്ങാൻ തയ്യാറായി. എന്നാലും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ശുഭമാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, അല്ല സിത്തു? അതെ. ഹലോ, ഉദയൻ്റെ വിളി. ഉദയൻ കണ്ടപ്പോൾ ഋഷി പൊട്ടിച്ചിരിച്ചു. പാവം, ചമ്മിയുള്ള വിളിയാ. പുള്ളി വിചാരിച്ചു ശ്രേയയുടെ ഡാഡി നമ്മളെ തൂക്കി വെളിയിൽ കളയുമെന്ന്. ഇപ്പോൾ എന്തായി? കല്യാണം ഉറച്ചു. പൊന്നുദയ, സിത്തു നിന്നോട് താങ്ക്സ് പറയേണ്ടത്. ഇവൻ്റെ കല്യാണം നീ ഇത്ര പെട്ടെന്ന് ഉറപ്പിച്ചതിന്. അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാൻ വന്നതാ, എൻ്റെ കല്യാണം മുടക്കിയതിന്. എന്ത്? രണ്ടുപേരും ഞെട്ടി. അതെ, നിങ്ങൾക്കറിയോ ഈ കല്യാണം കാരണം ഞാൻ എത്ര ടെൻഷനിൽ നിന്ന്? അങ്കിളിൻ്റെ മുഖത്ത് നോക്കി നോ പറയാൻ പറ്റാത്ത അവസ്ഥ. ദൈവമായിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഉദയനും പ്രേമമുണ്ടല്ലേ? വല്ല മദാമയുമാവും.
ഋഷി ചോദിച്ചു. ഏയ് നോ ലവ്. എനിക്ക് കുറച്ചു കാലം കൂടി ഫ്രീ ബോർഡറായി ചുറ്റണം. ചിലപ്പോൾ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചെന്ന് വരും. എൻ്റെ നല്ല ജീവന് പോയി ശ്രേയയുടെ വരവോടെ. സിത്തു, നീ ഒരു ത്യാഗം ചെയ്തെങ്കിൽ എൻ്റെ അവളുടെയും ലൈഫ് ചിലപ്പോൾ സ്പോയിൽ ആയിപ്പോയേനെ. അങ്കിളിൻ്റെ ആഗ്രഹം നടക്കും, പക്ഷേ ഞങ്ങൾ എങ്ങനെയാകും? അത് കേട്ട് സിത്തുവിന് ചിരി വന്നു. എല്ലാത്തിനും അപ്പോൾ നന്ദി പറയേണ്ടത് ദേ ഈ പോത്തിനോടാകും. അപ്പോൾ ഋഷിയെ ചൂണ്ടി സിത്തു പറഞ്ഞു. അപ്പോൾ ഉദയ, ചിലവ് വേണം. ചിലവ് എങ്ങനെ? തന്നി അടിക്കോ? പിന്നല്ലാണ്ട്. അപ്പോൾ ഫോറിൻ എങ്ങനെ? ഓഫ് കേസ്. എങ്കിൽ കൂടെ വാ. ഉദയൻ ഋഷിയെ വിളിച്ചു കൊണ്ടുപോയി. അന്നേരത്താണ് ശ്രേയ സിത്തുവിൻ്റെ അടുത്തേക്ക് വന്നത്. സിത്തു. ശ്രേയ. സിത്തു, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സിത്തുവിന് ഹാർട്ട് ആയോ? ഏയ്, താൻ പറഞ്ഞത് എല്ലാം കറക്റ്റ് കാര്യങ്ങളല്ലടാ. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ചൊന്നും പറയണ്ട. അറിയാതെ ഞാൻ ഒരുപാട് തന്നെ വേദനിപ്പിച്ചു. സോറി ശ്രേയ. സാരമില്ല സിത്തു, സന്തോഷത്തോടെ പോയിട്ട് വാ. എന്നെ സിത്തുവിൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുമോ? പിന്നല്ലാണ്ട്. എടോ, തൻ്റെ ഡാഡിയെപ്പോലെയാ അവരും. എൻ്റെ ഇഷ്ടമാ അവരുടെയും ഇഷ്ടം. പിന്നെ ഞാനാ ഋഷിയെ പോയി നോക്കട്ടെ. അല്ലെങ്കിൽ അവനവിടെ ആകെ ചളമാക്കും. ആ ചളമാക്കിയതാണ് ഇവിടെ വിനിയത്. ഓർമ്മ വേണം. ആ, അതിൻ്റെ ചെലവ് ഉദയൻ്റെ വക. ഞാൻ കേട്ടു. കേട്ടല്ലോ. ശരി ശ്രേയ, ഇവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ. അപ്പോൾ ബൈ ഉദയ, മൈ ഡിയർ സിറ്റ് ഫ്രണ്ട്. നെഞ്ചോട് കുപ്പിയും ചേർത്ത് ഋഷിയുടെ വക യാത്ര പറച്ചിൽ തീരുന്നില്ലായിരുന്നു. കാറിൽ ഉദയൻ തന്നെയാണ് രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. അങ്ങനെ സിത്തുവും ഋഷിയും നാട്ടിലേക്ക് ട്രെയിൻ കയറി. സിത്തു നാട്ടിലെത്തി. വീട്ടുകാരുടെ സമ്മതം വാങ്ങി വരാൻ അധികം സമയം വേണ്ടി വന്നില്ല. ജീവിതത്തിൽ ആദ്യമായി ഒരു ഉപകാരം ചെയ്തതിൻ്റെ പേരിൽ അപ്പോൾ തൊട്ട് ഋഷിയുടെ സിത്തുവിനും സിത്തുവിൻ്റെ വീട്ടുകാർക്കും സ്തുതിച്ചിട്ട് വാക്കുകൾ തീരുന്നില്ലായിരുന്നു. കല്യാണത്തിന് മുന്നേ തനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്ന് സിത്തു പറഞ്ഞപ്പോൾ ശ്രേയയുടെ മനസ്സൊന്ന് ആളിപ്പോയി. ആഫ്റ്റർ മാരേജ് ലൈഫിൽ വീണ്ടും ഡ്രിങ്ക് തുടങ്ങിയാൽ അപ്പോൾ സിത്തു ഡിവൈസ് ചെയ്തു കളയുമെന്ന് പോലും. വല്ലപ്പോഴും ഒരുമിച്ചിരുന്ന് അടിക്കാമെന്നും. അത് ബിയർ ഓൺലി. അതുകൊണ്ട് ശ്രേയ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു. എങ്കിലും ഡാഡിയുടെ അസുഖവും അതിൻ്റെ മൂർച്ചവും അവളെ അലട്ടി. മിയക്ക് ആ വാർത്ത ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സിത്തു ഇങ്ങനെ കള്ളപ്പണി ഒപ്പിച്ചത് അവൾക്ക് ഷോക്കായി. കല്യാണം പിന്നെ പെട്ടെന്ന് നടക്കാൻ പോകുന്നത് കൊണ്ട് വന്നു വിളിക്കാത്ത പരാതിയും മിയക്കോ സെന്തിൽ അണ്ണനോ ഭാര്യ സാലിനിക്കോ സ്പെഷ്യലിൻ ആ ലല്ലുക്കുട്ടനോ ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. പക്ഷേ കല്യാണത്തിന് ബാംഗ്ലൂരിലേക്ക് തങ്ങൾ എല്ലാവരും വരും. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും നേരിൽ വന്ന് ഉഗ്രൻ ട്രീറ്റ് വേറെ കിട്ടുമെന്നത് അവരുടെ നിർബന്ധമായിരുന്നു. മേഘ പിന്നെ ആകെ തകർന്നു തരിപ്പണമായെന്ന് വേണം പറയാൻ. മേഘയുടെ സ്വഭാവം ശ്രേയയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് സിത്തുവും താനും ഒരുമിക്കാൻ പോകുന്നുവെന്ന് വീമ്പളക്കി അവളെ വേദനിപ്പിക്കാൻ ശ്രേയയ്ക്ക് തുനിഞ്ഞില്ല. അശോക് സാർ മുഖേന ശേഖരും ഭാര്യയും മേഘയുമെല്ലാം അറിഞ്ഞു. ആകെ തോറ്റുപോയല്ലോ ഈശ്വര എന്നും പറഞ്ഞ് മേഘയുടെ ഡാഡിയുടെയും അമ്മയും സ്ട്രെസ്ഡ് ആയിപ്പോയി. ദേഷ്യം തൻ്റെ മുറിയിലെ എല്ലാം തല്ലി തകർത്തു. ഭ്രാന്തായ പോലെ തീർത്തു മേഘ. രുചി റെസ്റ്റോറൻറ്റിൽ നിന്നും ശ്രേയയെ ഇറക്കി വിട്ടാലെന്ത്? അതുപോലുള്ള എത്രണ്ണം വാങ്ങാനുള്ള ആസ്തി ഉണ്ടെന്നറിയോ മേഘയ്ക്ക്? പിന്നെ അപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ 4 മടങ്ങാണ് ശ്രേയയുടെ കൊട്ടാരം. അതിൻ്റെ മുന്നിൽ അപ്പാർട്ട്മെൻറ്റ് ഓണർ തല കുനിക്കേണ്ടി വരും. പിന്നെ ആകെ വിഷമം എന്നും പറയാനാവുന്നത് 5 ലൈനും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ പോയ നമ്മുടെ ഋഷിക്കുട്ടനാണ്. പുള്ളിക്ക് എന്നാണാവോ ഇനി നല്ലൊരു ലൈന് ഒത്തുകിട്ടുന്നത്? ജോലിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കിടക്കല്ലേ ശ്രേയയുടെ വക. നിരവധി പോസ്റ്റുകൾ. ഇനിയെല്ലാം ശ്രേയയുടെ പേരിലല്ലേ? എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണ് വരും. ഋഷിയെ കാത്ത് ഏതെങ്കിലും കോണിലുണ്ടാകും. സമയമാകുമ്പോൾ ആ 2 ജോലകൾ തമ്മിൽ കണ്ടുമുട്ടും. അങ്ങനെ അവരെയും ഒരുമിച്ച് ഇരട്ട ജോല പ്രണയം നടത്തും. അതുവരെ ഉള്ളതെല്ലാം വെറും അട്രാക്ഷൻ. നമ്മുടെ പാതി ദൈവം തീരുമാനിച്ചു. ആ ആൺ എവിടെയെങ്കിലുമൊക്കെ കാണും. അത് കൃത്യസമയത്ത് അടുത്തേക്ക് വന്നു ചേരും. നമ്മുടെ ശ്രേയയും സിത്തുവും കണ്ടുമുട്ടിയ രാത്രി പോലെ. ആ സമാഗമം
സുനിശ്ചിതമാണ്. അപ്പോൾ വരുന്ന ഞായറാഴ്ച സിത്തുവിൻ്റെയും ശ്രേയയുടെയും വിവാഹമാണ്. നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. മുഹൂർത്തം 10-നും 10:30-ക്കും. മധ്യവേദി. കൊട്ടാരമുറ്റം തന്നെ. അഗ്നിസാക്ഷിയായി സിത്തുവും ശ്രേയയും കഴുത്തിൽ താലി ചാർത്തുന്നു എന്ന് ഋഷികുമാർ. എടാ ഋഷി, കനാഡയിൽ നിന്നും ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. നീയൊന്ന് പോയി പിക്കപ്പ് ചെയ്യോ? ഉദയൻ പറഞ്ഞു. അതിനെന്താ, നിനക്ക് ആളെ അറിയില്ലല്ലോ. ദേ ഇതാണ് കക്ഷി. ഉദയൻ ഫോണിൽ നിന്നും ഫോട്ടോ കാണിച്ചു പറഞ്ഞു. ഇതാണ് താരം മോനെ, ജെനിഫർ അപ്പോണ്ട് റോസാലി. പുള്ളിക്കാരി ഇത്തിരി ദേഷ്യക്കാരിയാ. സൂക്ഷിച്ചു മാനേജ് ചെയ്തു കൊണ്ടുവന്നോളണം. എനിക്കിത്തിരി ജോലിയുണ്ട് ഋഷി. ജെനിഫർ അപ്പോഡ്. അയ്യോ, ഇതൊരു വെള്ളപ്പാറ്റയാണല്ലോ. മലയാളിയല്ലേ അപ്പോൾ? ഋഷി ചോദിച്ചു. അല്ല, അവർ കല്യാണത്തിന് ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വരുന്നതാ. പിന്നെ നമ്മുടെ നാടും നാട്ടുകാരുമൊക്കെ കാണണം പോലും. ഓക്കെ ഉദയ, ഐ ആം കൈൻഡ് ഡെയർ ജെനിഫർ.